തമ്പകച്ചോട് ഗവൺമെൻറ് UP സ്കൂളിൽ ഈ മലയാള മാസം കർക്കിടകം 1-ാം തീയതി മുതൽ നമ്മൾ ഉച്ചഭക്ഷണത്തിൽ ഇലക്കറികൾക്ക് വളരെയധികം പ്രാധാന്യം നൽകിയിട്ടുണ്ട്. ഓരോ ദിവസവും ഒരു ഇല പരിചയപ്പെടുത്തുന്ന രീതിയിലാണ് നമ്മളത് ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത്. ഓരോ സ്റ്റാൻഡേർഡുകാർ ഒരു ദിവസം നിശ്ചിത ഇലകൾ കൊണ്ടുവരികയും അത് ഉച്ചഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുകയും ചെയ്യും. ഇന്ന് കൊഴുപ്പയാണ് നമ്മൾ പരിചയപ്പെടുത്തുന്നത്. കൊഴുപ്പ പാടത്തെല്ലാം വളരെ സമൃദ്ധമായി വളരുന്ന വളരെയേറെ പോഷകമുള്ള ഒരു ഇലയാണ്. നമ്മുടെ കുട്ടികൾ ഇലക്കറികളെക്കുറിച്ച് അറിയുന്നതിനും അവയുടെ പ്രാധാന്യം മനസ്സിലാക്കുക എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് ഈ കർക്കിടക മാസം ഓരോ ദിവസവും ഓരോ ഇല പരിചയപ്പെടുത്തുന്ന ഒരു പദ്ധതി നമ്മൾ വിഭാവനം ചെയ്തത്. ഇന്ന് വരെ വളരെ നല്ല രീതിയിൽ അത് നടന്നിട്ടുണ്ട്. എൻ്റെ അധ്യാപകരും അതുപോലെ തന്നെ കുട്ടികളും എല്ലാം ഇതിൽ നന്നായി സഹകരിക്കുന്നു. ഇല ഉച്ചഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നതോടൊപ്പം ആ ഇലയെക്കുറിച്ചുള്ള പ്രാധാന്യവും ഒരു ബോർഡിൽ നമ്മൾ പ്രദർശിപ്പിക്കുകയും ചെയ്യുന്നു. ഇതും കുട്ടികളുടെ അറിവ് വളരുന്നതിന് വളരെയധികം പ്രയോജനം. കൊഴുപ്പ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം കണ്ടുവരുന്നൊരു സസ്യമാണ് കേട്ടോ. അർഹിക്കുന്ന പരിഗണന കിട്ടാത്ത ഈ കളസസ്യം പോഷകങ്ങളുടെ കലവറ തന്നെയാണ്. ഒരു ഔഷധ ചെടിയുമാണ്. ഇലയറി ഉത്സവം ഈ കർക്കിടക മാസത്തിൽ ഗവൺമെൻറ് UP സ്കൂൾ തമ്പകച്ചോട് കുട്ടികൾക്കായി ഇലയറി ഉത്സവം സംഘടിപ്പിക്കുന്നു. നമ്മുടെ നാട്ടിൽ നിന്നും അന്യം നിന്ന് പോകുന്ന പല ഇലകളും ഔഷധ ഗുണമുള്ള പല ഇലച്ചെടികളും കുട്ടികൾക്ക് പരിചയപ്പെടുത്തി കൊടുക്കാൻ കർക്കിടകം 1 മുതൽ ഓരോ കറികൾ വെച്ചു കൊടുക്കുന്നതിലൂടെ കുട്ടികൾക്ക് ഈ അറിവുകൾ പകർന്നു കൊടുക്കാൻ സാധിക്കും. തമ്പകച്ചോട് UP സ്കൂൾ സംഘടിപ്പിച്ചിരിക്കുന്ന ഈ ഇലയറി ഉത്സവത്തിന് എല്ലാവിധ ആശംസകളും. കൊഴുപ്പയിൽ അടങ്ങിയിട്ടുള്ള omega-3 ഫാറ്റി ആസിഡ് ഹൃദയാരോഗ്യ സംരക്ഷണത്തിന് ഉത്തമമാണ് കേട്ടോ. കൊഴുപ്പയിലുള്ള ആന്റി ഓക്സിഡന്റുകൾ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കും. ക്യാൻസറിനെ ചെറുക്കാൻ ഇത് വളരെ ശേഷിയുള്ളതാണ്. ഇതിലുള്ള കാൽസ്യം, ഇരുമ്പ്, മാഗ്നീഷ്യം, പൊട്ടാസ്യം എന്നീ ധാതുക്കൾ എല്ലുകളുടെയും പല്ലുകളുടെയും പേശികളുടെയും ആരോഗ്യം കാത്തു സൂക്ഷിക്കും. സാധാരണയായിട്ട് മാർക്കറ്റിൽ നിന്ന് പലതരത്തിലുള്ള ചീരകൾ നമുക്ക് കിട്ടാറുണ്ട്. എങ്കിലും നമ്മളുടെ വീടിനടുത്തുള്ള വയലുകളിലൊക്കെ ഇതേപോലെ തനിയെ മുളച്ചു വന്നിട്ടുള്ള ഈ കൊഴുപ്പ് ചീരയെല്ലാം നുള്ളി കറിവിക്കുന്നത് നമുക്ക് ആരോഗ്യത്തിന് വളരെ നല്ലതായിരിക്കും. ഇതാകുമ്പോഴത്തേക്കും മറ്റു രാസവളങ്ങളൊന്നും ചേർത്തിട്ടില്ലെന്ന് നമുക്ക് എന്തായാലും ഉറപ്പുള്ള കാര്യം തന്നെയാണല്ലേ. മറ്റു ചീരയിലൊക്കെ ഉള്ള പോലെ തന്നെ ഈ കൊഴുപ്പ് ചീരയിലും ധാരാളം അയൺ അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ വിളർച്ച കുറയ്ക്കാനായിട്ട് ഇത് സഹായിക്കുന്നു കേട്ടോ. പിന്നെ ഇതിൽ അടങ്ങിയിരിക്കുന്ന ഫ്ലേവനോയിഡുകൾ, ആന്റി ഓക്സിഡന്റുകൾ എന്നിവ ക്യാൻസർ രോഗത്തെ പ്രതിരോധിക്കും. എല്ലുകൾക്ക് ബലം കൂട്ടാനും ഈ ചീര പോലെയുള്ളവ കഴിക്കുന്നത് വളരെയധികം നല്ലതാണ്. പോഷകങ്ങൾ കൂടിയ തോതിൽ അടങ്ങിയ ചീര ശ്വാസകോശ സംബന്ധമായ എല്ലാ രോഗങ്ങളും അകറ്റാനും വളരെ നല്ലതാണ്. ആൻറ്റി ഓക്സിഡൻറ്റുകളാൽ സമ്പന്നമായിട്ടുള്ള ഈ ചീര കണ്ണിൻ്റെ ആരോഗ്യം നിലനിർത്താനായിട്ട് വളരെ നല്ലതാണ്. കൂടാതെ ചീരയിലെ വിറ്റാമിൻ C ചർമ്മത്തിൻ്റെ ആരോഗ്യത്തിനും നല്ലതാണ്. ശരീരത്തിലെ രക്തകോശങ്ങളെ വർദ്ധിപ്പിക്കുന്നതിനും ഈ ചീര സഹായിക്കുന്നുണ്ട് കേട്ടോ. ഇത് ആരോഗ്യത്തിന് വില്ലനാവുന്ന പല അവസ്ഥകൾക്കും പരിഹാരം കാണുന്നതിന് സഹായകമാകുന്നുണ്ട്. പലതരത്തിലുള്ള ഇലക്കറികൾ നമ്മൾ ഉപയോഗിക്കാറുണ്ട്. അതിൻ്റെ ഒക്കെ തന്നെ കിടപിടിക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഗുണങ്ങളുള്ള ചീര തന്നെയാണ് ഈ കൊഴുപ്പ് ചീരയും. അപ്പോൾ നമ്മളുടെ തന്നെ ഭക്ഷണശീലമാണ് നമ്മൾക്ക് പലപ്പോഴും മരുന്നുകൾ വാങ്ങിക്കേണ്ട ഇടയിലേക്ക് മാറ്റുന്നത് അല്ലേ. അപ്പോൾ നമ്മൾ ഇതേപോലെയുള്ള ഇലക്കറികൾ സ്ഥിരമായിട്ട് നമ്മുടെ ഭക്ഷണത്തിൽ ശീലമാക്കുകയാണെങ്കിൽ ഒരു പരിധിവരെ ആശുപത്രിയെയും മരുന്നിനെയൊക്കെ ഒഴിവാക്കി നിർത്താൻ നമുക്ക് സാധിക്കുന്നതാണ്.